നാട്ടിക ഗ്രാമപഞ്ചായത്ത് യോഗത്തിന്റെ പ്രധാന തീരുമാനപ്രകാരം തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പൊളിക്കുന്നതിന് ടെൻഡർ നടപടി സെപ്റ്റംബർ 10-ന് തീരുമാനിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ അറിയിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് അത് പൊളിക്കാനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 10-നാണ് ടെൻഡർ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ തുടർന്ന് ഉണ്ടാകും. അതിൽ 2 ഘട്ടമായിട്ടുള്ള ഫണ്ടായിരുന്നു. ചില നിയമപ്രശ്നങ്ങളുണ്ടായിരുന്നു, ഓഫീസുകൾ തമ്മിലുള്ള ചില വിഷയം. ആദ്യത്തെ 3 കോടി PWD വർക്കായിട്ടാണ് രേഖപ്പെടുത്തിയത്. രണ്ടാമത്തെ 5 കോടി LSCയുടെ വർക്കായിട്ടാണ് രേഖപ്പെടുത്തിയത്. അതിൻ്റെ നടപടികളൊക്കെ പൂർത്തിയാക്കി ചീഫ് സെക്രട്ടറിയുടെ അടുത്ത്, ധനകാര്യ വകുപ്പിൻ്റെ അടുത്തൊക്കെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കി എത്തിയിട്ടുണ്ട്. നമ്മുടെ CC മോഹൻ MLA അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആദ്യം തുടങ്ങിയ അവസാനം വരെ അദ്ദേഹത്തിൻ്റെ ഓഫീസാണ് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണത്. MLA അതിൽ ശക്തമായിട്ട് നിലപാടെടുത്ത് നിൽക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ജലജീവ മിഷൻ്റെ ഭാഗമായിട്ട് റോഡുകളുടെ ശോചനീയാവസ്ഥ എല്ലാവർക്കും അറിയാം. വാട്ടർ അതോറിറ്റി റോഡുകൾ പൊളിക്കുകയും യാത്രക്കാർക്കും അത് കാൽനടക്കാർക്കും 2 വീലർ യാത്രക്കാരും യാത്ര എന്ന് വെച്ചാൽ ദുർഘടമായിരിക്കണം. ഫസ്റ്റ് ബേസിൽ ഒപ്പിട്ടുകൊണ്ട് കഴിഞ്ഞ കാലത്ത് അത് ഫസ്റ്റ് ബേസിലാണ് ഒപ്പിട്ടത്. ഫസ്റ്റ് ബേസിൽ ഒപ്പിടുന്ന പഞ്ചായത്തുകൾക്കൊന്നും റെസ്റ്റോറേഷനോട്ട് ഇറങ്ങിയ ഫണ്ടില്ല. അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 4-ാം വാർഡിലെ കമ്മ്യൂണിറ്റി ഹാൾ, 10-ാം വാർഡിൽ MCF കെട്ടിടം, നാട്ടിക ബീച്ച് റോഡ് 20 ലക്ഷം രൂപ, മാട്ടുപുറം നഗർ റോഡ് 10 ലക്ഷം, തിരുനിലം നഗർ, കാക്കനാട്ട് നഗർ സമ്പൂർണ്ണ നവീകരണം, ആശുപത്രിയിലെ പുതിയ ബ്ലോക്ക്, അംഗനവാടികളുടെ നവീകരണം, വിവിധ വാർഡുകളിലായി 9 വാട്ടർ കിയോസ്ക്, രാമൻകുളം നവീകരണം, ബ്ലാഹയിൽക്കുളം, ഹാപ്പിനെസ് പാർക്ക് തുടങ്ങി 2024 ഡിസംബറിൽ ഈ പദ്ധതികളുടെ പണി പൂർത്തിയാക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ജലജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പിടലിന്റെ ഭാഗമായി പൊളിച്ച റോഡുകൾക്ക് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട നാട്ടിക MLA CC മുകുന്ദൻ നാട്ടിക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകൾക്ക് സംസ്ഥാന ജലസേചന മന്ത്രിയുമായി ബന്ധപ്പെട്ട 56 കോടിയുടെ ഭരണാനുമതിയായിട്ടുണ്ട്. അതിൽ 5.75 കോടി രൂപ നാട്ടികയിലെ പദ്ധതിക്കാണ് വകയിരുത്തിയിട്ടുള്ളത്. വാട്ടർ അതോറിറ്റിയും നാട്ടിക ഗ്രാമപഞ്ചായത്തും സംയുക്തമായ റോഡുകളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി വാട്ടർ അതോറിറ്റിക്ക് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. വാട്ടർ അതോറിറ്റി ടെൻഡർ നടപടി പൂർത്തിയാക്കുന്ന മുറയ്ക്ക് റോഡുകളുടെ പണികൾ പൂർത്തിയാക്കുമെന്നും നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. നമ്മൾ സംയുക്തമായിട്ട് 2 വാട്ടർ അതോറിറ്റിയെയും നമ്മുടെയും കൂടി സംയുക്തമായിട്ട് നമ്മൾ റോഡിൻ്റെ കൃത്യമായിട്ട് എസ്റ്റിമേറ്റ് 110 റോഡുകളോ നമ്മൾ സംയുക്ത പരിശോധന നടത്തി ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്.